എന്ത് സംഭവം അല്ലേ? സാർ അവിടെ എന്താ നോക്കിയ എന്താ ഒരു പെണ്ണിനെ വെട്ടിക്കൊന്നിരിക്കുക. സർ സർ 1 സെക്കൻഡ് പ്ലീസ് സർ. എന്തൊരനിയായി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നവനെയൊന്നും പോലീസിന് വിട്ടുകൊടുക്കരുത്. സൗദിയിലെ പോലെ പരസ്യമായിട്ട് ഇവനെയൊക്കെ കെട്ടിത്തൂക്കി കൊല്ലണം. എങ്കിലേ നന്നാവൂ നാട്. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത ദേഷ്യപ്പെടുന്നത്? നാട്ടിലുള്ള പ്രശ്നമല്ല, നീ കളക്ഷൻ കൂട്ടിച്ചേർക്കല്ലേ. ഞാൻ പോവുക. സാറുണ്ടോ? അങ്ങേരില്ല, ഓഫീസിൽ പോയിരിക്കുക. എന്നോട് രാവിലെ വരാൻ പറഞ്ഞ വൈകുന്നേരം വരുള്ളൂ. സാർ ഞാൻ ICBI രവിയാ സംസാരിക്കുന്നത്. സാർ അതൊന്നും എന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല, മാനേജരോട് സംസാരിക്കേ. വണ്ടി ഞാൻ പൊക്കി കൊണ്ടുപോകും. ആ അതെ, ഒന്ന് നിൽക്കണേ, ഞാനിപ്പോൾ വരാം. എനിക്ക് വേറെ ജോലിയില്ലെന്ന് വിചാരിച്ചോ? ഞാൻ എന്താ നിങ്ങളുടെ വേലക്കാരനാണോ? നിങ്ങൾ പണം അടക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഞാൻ വണ്ടി പൊക്കി കൊണ്ടുപോകും. നിങ്ങൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യും. ഓണർ ഇപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും സമയമില്ല. ഇന്ന് മൊത്തം ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാ. പൈസ മേടിക്കാൻ പോകുന്ന പ്രശ്നമില്ല. വാടാളിയാ, ഇന്നത്തെ കളക്ഷൻ എത്ര ഉണ്ട്? 5 കളക്ഷൻ അളിയാ. സൂപ്പർ ആടാളിയാ. നാളെ തരാന്ന് പറഞ്ഞു. ഒരു കളക്ഷൻ പോലും നിനക്ക് കിട്ടിയിരുന്നോ? ആദ്യം നീ എവിടെയാ പോയത്? എക്സ്ക്യൂസ് മീ സാർ, ഐ എം കമ്മിങ് ഫ്രം ICICI ബാങ്ക്. എനിക്ക് മിസ്റ്റർ മഹേഷിനെ ഒന്ന് കാണാൻ പറ്റുമോ? ആരാത്? മേ ഐ മീറ്റ് മിസ്റ്റർ മഹേഷ് പ്ലീസ്? എന്താ സാർ, ഞാനാ മഹേഷ്. അല്ല ചേട്ടാ, ICICI ബാങ്കിൽ നിന്ന് പറഞ്ഞു വിട്ടതാ. നിങ്ങൾ 3 മാസമായിട്ട് ലോൺ അടയ്ക്കുന്നില്ലല്ലോ, അത് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. സാർ, രാത്രി എൻ്റെ കുഞ്ഞിന് സുഖമില്ലാതായി. ഉണ്ടായിരുന്ന കാശ് മുഴുവൻ ആശുപത്രിയിൽ ചെലവായി. എന്താ ചേട്ടാ പറയുന്നേ? സാർ 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 പ്ലീസ് സാർ. കൊച്ചിനെന്താ പറ്റിയേ? ചക്കരക്കുട്ടി ഇവിടെയാണ് കുത്തിയ മോളെ. സാരല്ലോ കേട്ടോ. എന്താ മോക്ക് വേണ്ടേ? അത് വേണോ? ഒന്നിങ്ങ് തന്നെ. ഇനി എന്താ വേണ്ടേ? ചോക്ലേറ്റ് വേണോന്ന്? ഒരു ബിസ്ക്കറ്റ് കൂടെ തന്നേക്ക്. ഇന്ന് ഇത് പിടിച്ചോ മോളെ. എൻ്റെ മോനെ, നീ ഇല്ലെങ്കിൽ ഈ നാട് നശിച്ചു പോകും കേട്ടോ. എടാ കളിയാക്കാതടാ, വെറും പാവങ്ങളാ. ആൺകൊച്ചു വേണമെന്ന് പറഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് 3 വലിയ പെൺകുട്ടികളും ഒരു ചെറിയ പെൺകുട്ടി. അവൻ്റെ റേഷൻ കാർഡിൽ നിന്റെ പേരും കൂടെ ചേർത്ത് വിടാൻ മേലായിരുന്നോ? പിന്നെ നീ എവിടെയാ പോയത്? സാർ, അച്ഛനല്ലേ ഓഫീസിൽ പോയിരിക്കാം, വൈകിട്ടേ വരുള്ളൂ. മോനെ, 1 മണിക്ക് കളക്ഷൻ ക്ലോസ് ചെയ്യും. അമ്മയെ വിളിക്കും, ഞാൻ കാശ് മേടിച്ചിട്ട് പൊക്കോളാം. അയ്യോ, അവൻ വലിയ അടിയാണ് അടിച്ചത്. ആരാ അടിച്ച്? എടാ, നീ അവിടെ കിടക്കടാ, എങ്കിലേ ഒരു 6 സ്കോർ എന്താ? ആഹാ, ഈസി ആയിട്ട് ജയിക്കാല്ലേ? കൈ അടിക്കടാ. അമ്മേ, ചോറെടുത്തോണ്ട് വരട്ടെ, കഴിക്കാവോ? കുറച്ച് കഴിഞ്ഞു മതിയടി, ഞാൻ കളിയൊന്ന് കണ്ടോട്ടെ. ഈ വയസ്സാം കാലത്താ ക്രിക്കറ്റ്. അയ്യോ, കഴിച്ചാലേ ജീവനോട് ഇരിക്കൂ. ഒരു ബോളില് 4 റൺ വേണം. ഞാൻ ദൈവത്തിനെ വിളിച്ചു. എന്റെ ഗുരുവായൂരപ്പാ, ഈ പ്രാവശ്യമെങ്കിലും ഇന്ത്യക്കാരൊന്ന് ജയിച്ച് കണ്ടാ മതിയായിരുന്നു. കാശ് വാങ്ങിച്ചിട്ടാണ് തോറ്റു പോകുന്നു. മോനെ കരയണ്ടടാ, അടുത്ത മാച്ചിൽ നമുക്ക് ജയിക്കാം. ചേട്ടാ, ഇത് തന്നെ ചേട്ടാ ഫൈനല്. ഫൈനലാണ്. അയ്യോ, ഇന്ത്യ തോറ്റേ. എന്നിട്ട് എന്തായി? എല്ലാം പോയി. ഇന്ത്യ തോറ്റുപോയടാ. എടാ, വണ്ടിയുടെ പൈസ ചോദിച്ചോ ഇല്ലയോ? മോനെ, മോനെ കരയാണ്ടടാ നീ. വേണ്ട മോനെ, വേണ്ടടാ, കരയണ്ടടാ. അതുകൊണ്ടാണ് ക്രിക്കറ്റ് കാണണ്ടെന്ന് പറയുന്നത്. ഇവന്മാരെ എപ്പോ നോക്കിയാലും തോറ്റിട്ടേ ഉള്ളൂ. കരയാനാണെങ്കിൽ ഇതിനേ നേരെ ഉള്ളൂ. കരയാതെ വാ. ഒരു മരണ വീട് പോലെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാടാ കാശ് ചോദിക്കുന്നത്? അതുകൊണ്ട് ഒന്നും ചോദിച്ചില്ല ഞാൻ. എടാ, ഇങ്ങനെയൊന്നും ചോദിച്ച ആരും പൈസ തരത്തില്ല. ബൈക്ക് എടുത്തോണ്ട് പോകുന്നു പറഞ്ഞാലേ കാശ് തരത്തുള്ളൂ. ഞാൻ പറഞ്ഞെന്നേ, ബൈക്ക് പൊക്കൂന്ന് അവരോട് പറഞ്ഞു ഞാൻ. വണ്ടി പൊക്കിക്കൊണ്ട് പോയല്ലേ കുഞ്ഞെ, ഇതെന്റെ മരുമോന് സ്ത്രീധനായിട്ട് കൊടുത്തതാ. ഇത് നിങ്ങൾ എടുത്തോണ്ട് പോയാ എന്റെ മോളെ ഉപേക്ഷിച്ച് അവൻ പോയിക്കളയും മോനെ. ദയവ് ചെയ്ത് ഈ വണ്ടി എടുത്തോണ്ട് പോവല്ലേ മോനെ. ഞാൻ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് പണം അടച്ചേക്കാം. ദയവ് ചെയ്ത് ഈ വണ്ടി കൊണ്ടുപോവല്ലേ മോനെ. കളക്ഷൻ ആണോ അത്യാവശ്യം, അതൊരു സ്ത്രീയുടെ ജീവിതമാണോ? വിഷമല്ലേ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഒരു കളക്ഷനും എടുത്തിട്ടില്ല. ആര്? ഞാനോ? ചെക്ക് മേടിച്ചിട്ടുണ്ട്. നോക്കടാ. ഈ ചെക്ക്
കൊട്ടാരക്കര ഗോപാല നമ്പരുടെ ചെക്കല്ലേ ഇത്? അതെ. എടാ ചിലരുടെ ചെക്ക് ബാങ്കിലിട്ടാ ബൗൺസ് ആവും. ഇവന്റെ ചെക്ക് താഴെ ഇട്ടാലും ബൗൺസ് ആകൂടാ. 10 പൈസ കാണില്ല ഈ അക്കൗണ്ടില്. അവൻ വലിയൊരു ഫ്രോഡാ. ഇവൻ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നതാ പണി. ഒരു കളക്ഷനും ഇല്ലാതാണോ അവിടെ വന്നത്? ആരും തന്നില്ലടാ. മാനേജർ ജോലി എന്ന് പറഞ്ഞു വിടുന്ന ഉറപ്പാ. ആ വാടാ അവന്റെ ഒരു ടൈ. എങ്ങോട്ട്? എന്താ അളിയാ ഇങ്ങനെ ചീത്ത വിളിക്കുന്നേ? എന്തെങ്കിലും കുടുംബ പ്രശ്നം കാണും. വിട്ടേക്കടാ, ഈ ജോലി അല്ലെങ്കിൽ വേറൊന്ന്. നീ വിഷമിക്കണ്ട അളിയാ, ധൈര്യം കൈവിടരുത്. എന്നെ കൊണ്ട് കഴി. ചുമ്മാ തിരിയടാ. എന്നെ പറഞ്ഞു വിട്ടതുപോലെയാണല്ലോ നിന്റെ സംസാരം. ജോലി എന്ന് പറഞ്ഞു വിട്ടത് നിന്നെയാടാ. എന്നെ പറഞ്ഞു വിട്ടാ എന്താ, നിന്നെ വിട്ടാ എന്താ? നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അത്രേ ഉള്ളൂ. നിന്റെ ഡയലോഗ് എനിക്ക് കേൾക്കണ്ട. വെല്ലവന്റെ കൈയും കാലും പിടിച്ച് ഒരു ജോലി മേടിച്ചു തന്നപ്പോ നീ തത്വം പറയുന്നോ? എടാ ഒരു ജോലിക്ക് വേണ്ടി എത്ര പേര് തെണ്ടി നടക്കുന്നുണ്ടെന്ന് അറിയാം. എന്താ പറയുന്നത്? ഞാൻ അവന്റെ കാല് പിടിക്കണമെന്നോ? കാല് പിടിച്ചാൽ നിന്നെ അങ്ങ് എടുക്കുന്നാണോ? ഇത് വേറെ രീതിയിൽ ഡീൽ ചെയ്യണം. വേറെ രീതി എന്ന് പറഞ്ഞ? അതല്ല സാർ, ആദ്യത്തെ ദിവസം ആയോണ്ടാ. 2 ദിവസം അവന് കൊടുക്കേ, പിന്നെ അവൻ കളക്ഷനൊക്കെ എടുത്തോളൂ. അതല്ല രവി, അവൻ ആദ്യത്തെ ദിവസം തന്നെ 5-6 കളക്ഷൻ എടുത്തു. ഒരു കളക്ഷനും കൂടി എടുക്കാതെ വന്നാൽ പിന്നെ എങ്ങനെയാ രവി? നീ പറ, നീ ആദ്യത്തെ ദിവസം എത്ര കളക്ഷൻ എടുത്തു? 4 എണ്ണം എടുത്തു സാർ. എടുത്തല്ലോ. മന്ത്ലി കളക്ഷൻ ടാലി ആയില്ലെങ്കിൽ എനിക്കിട്ട് ശരിക്കും പണിയുമെന്നറിയില്ലേ? ഇവന്റെ മുഖത്തേക്ക് നോക്ക്, ഒരു കൊച്ചു കുട്ടിയെ പോലെയുണ്ട്. ഇവനെയൊക്കെ പേടിച്ചിട്ട് ആരെങ്കിലും കാശ് കൊടുക്കുമോ രവി? സാറ് വിചാരിക്കുന്നല്ല, അവൻ കരാട്ടല്ല, ബ്ലാക്ക് ബെൽറ്റാ. എന്തെങ്കിലും അവിടെ. നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക്. അയ്യോ, എന്റെ ഭാര്യ വിളിക്കുന്നേ. വെള്ളം അടിക്കുന്നതിന് മുമ്പ് വിളിക്കണമെന്ന് ഓർത്താ, ഞാൻ മറന്നുപോയി. രവി വേണ്ട വേണ്ട, നീ സംസാരിച്ചാൽ കണ്ടുപിടിക്കും. നീ സംസാരിക്കും. സാർ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിലാണ്, അതുകൊണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറ, കേട്ടല്ലോ? ശരി, പോ. നിക്ക് സാർ, ഇവിടെ വെച്ച് ഓൺ ചെയ്യില്ലേ? ഈ ശബ്ദമൊക്കെ കേട്ടാൽ അവൾക്ക് മനസ്സിലാകും. പുറത്തു പോയി സംസാരിക്കും. ട്രാഫിക് സൗണ്ട് കേട്ടാലേ അവൾ വിശ്വസിക്കൂ. പോ. ഓക്കെ സാർ. സാറേ, സാറിന്റെ ഭാര്യ ഭയങ്കര സാധനം കേട്ടോ. സാർ ഇവിടെ തന്നെയാണെന്ന് കണ്ടുപിടിച്ചു. എന്താടാ ഇത്? ഞാൻ പറഞ്ഞു തന്നെയല്ലേ നീ പറഞ്ഞു? അതെ സാറേ, സാറ് പറഞ്ഞ പോലെ പറഞ്ഞു. സംശയമാണ്, ചോദിക്കില്ല. ലൈനിലുണ്ട്. ഓ, എന്താടാ ഇത്? ഇങ്ങതാ. ആ പറയടി. കസ്റ്റമർ ഒരുപാട് നിർബന്ധിച്ചപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തേ? ഞാൻ എന്താടാ ചെയ്തേ? സത്യമായിട്ട് നിന്നോട് ചോദിക്കാതെ ഞാൻ വെള്ളടിക്കത്തില്ല. ഇല്ലെന്നേ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. ഇപ്പൊ എന്താ വേണ്ടേ? നീ എന്നെ എന്ത് ചെയ്യുന്ന? കുറെ നേരമായാലും നീ തുടങ്ങിയിട്ട്. എല്ലാം നീ കാരണം. നിന്നെ പോലെ ഒരുത്തിനും കൂടെ ജീവിക്കാനേ പറ്റില്ല. മതിയായിടി, തീർത്തേക്കാം, ഇതോടെ തീർത്തേക്കാം. അതേടി, ഡൈവോഴ്സ് അല്ലേ? തന്നേക്കാടി. നിന്റെ ആങ്ങളെ എന്നെ എന്ത് ചെയ്യുന്നു? എന്താടാ, ഒരു കുടുംബം തകർത്തപ്പോ സമാധാനമായോ? ഞാനോ? നീയല്ലാതെ. വരുന്നുണ്ട്. എടാ, നമ്മുടെ പെണ്ണുമ്പിള്ളമാരാണ് നമ്മൾ കല്യാണത്തിന് പോയിട്ടില്ലെങ്കിൽ ഒരുപാട് ഇതാക്കി. സാറേ, വെള്ളം മതിയൊന്ന് നോക്കിക്കേ.